വ്യത്യസ്ത കലകളുടെ മാത്രമല്ല വ്യത്യസ്ത രുചികളുടെയും സംഗമ ഭൂമിയാണ് കലോത്സവ നഗരികൾ. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന മത്സരാർത്ഥികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമുണ്ട്. കലോത്സവത്തിന്റെ ചില ഊട്ടുപുര വിശേഷങ്ങളിലേക്ക്. കലോത്സവത്തിൽ വിവിധ മത്സര ഇനങ്ങൾ പോലെ തന്നെ വ്യത്യസ്തവും സ്വാദിഷ്ടവുമാണ് ഊട്ടുപുരയിൽ ഓരോ ദിവസവും അതിഥികൾക്കായി ഒരുങ്ങുന്ന ഭക്ഷണവും. കാലത്തിനനുസരിച്ച് ഓരോരോ സ്വാദുകൾ സദ്യവട്ടത്തിൽ ഇടം പിടിക്കുമ്പോഴും വിശിഷ്ട വിഭവം അമ്പലപ്പുഴ പാൽപ്പായസം തന്നെ. ഇതാണ് പ്രശസ്തമായ അമ്പലപ്പുഴ ക്ഷേത്രം. കലോത്സവത്തിലെ വിശിഷ്ട വിഭവമായ പാൽപ്പായസത്തിന്റെ രുചിയുടെ ഉറവിടം ഈ ക്ഷേത്രമാണ്. തിരുവിതാംകൂറിലെ പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മഹാനൈവേദ്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. വർഷത്തിൽ മുഴുവൻ ദിവസവും ഭഗവാന് നേദിക്കുന്ന ചെമ്പകപ്പൂവിന്റെ നിറമുള്ള നിവേദ്യം. ഭഗവാന് പായസം നേദിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിത്യവും ഗുരുവായൂരപ്പനും പായസം നിവേദിക്കുമായിരുന്നു. അതിൻ്റെ രുചി മനസ്സിലാക്കിയ ഗുരുവായൂരപ്പൻ ഇന്നും എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരിൽ നിന്ന് അമ്പലപ്പുഴയിൽ പായസം ഭുജിക്കുന്നതിന് വേണ്ടി എത്തുമെന്നാണ് സങ്കല്പം. പാലും പഞ്ചസാരയും വിളയിച്ച നെല്ലും കഷായ പരുവത്തിൽ തിളപ്പിച്ചു വറ്റിച്ചാണ് സ്വാദിഷ്ടവും ഔഷധഗുണം നിറഞ്ഞതുമായ ഈ പായസം ഒരുക്കുന്നത്. പഴയിടത്തിന്റെ കൈകളിൽ അമ്പലപ്പുഴയുടെ പാൽപ്പായസക്കൂട്ട് വഴങ്ങിയതോടെ കലോത്സവങ്ങൾക്കൊപ്പം കാലാകാലങ്ങളായി ഈ പാൽപ്പായസവും വിവിധ ജില്ലകളിലേക്ക് മധുരം പകർന്ന യാത്ര പോകുന്നു. കണ്ണൂരും അതിഥികളുടെ നാവിൻ തുമ്പിൽ സ്വാദിന്റെ ഉത്സവം തീർത്ത് കലോത്സവത്തിന്റെ രണ്ടാം ദിനം അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാകും. ഇത്തവണയും കണ്ണൂരിലെ കലോത്സവ നഗരിയിലേക്ക് ദൂരങ്ങൾ താണ്ടി അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിയെത്തും. പഴയിടത്തിന്റെ കൈകളിലൂടെ. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ബിനു അലോഷ്യസിനൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.